കർക്കിടക മാസമൊക്കെ ഇതാ കഴിയാനായിട്ടോ. നാലമ്പലം പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം എന്നെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ചേച്ചി എന്നോട് പറഞ്ഞത് നമുക്ക് കുത്താമ്പുള്ളി പോകണം, എനിക്കൊരു കല്യാണം വരുന്നുണ്ട്, നമുക്ക് പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനടുത്തായിട്ടാണ് നമ്മുടെ ശ്രീ വില്ലുവാതിരി ശ്രീരാമക്ഷേത്രം വരുന്നത്. നാലമ്പലം പോയില്ലെങ്കിൽ എന്താ, ഈ ഭഗവാനെങ്കിലും ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ. എന്തായാലും നാലമ്പലം പോയ സെയിം ഫീലിംഗ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നാലും. നല്ല തിരക്കാണ്. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും തിരക്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. കാർ പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം വേണ്ടി വന്നു. എന്തായാലും ഇത്രയും തിരക്കിലും ഭഗവാനെ ഒന്ന് കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം, സമാധാനമായി. അപ്പം ഞങ്ങളത് ആ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത്. 4 പുറം എന്താ പറയുക മരങ്ങളൊക്കെ ആയിട്ട് ഒരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം വരുന്നത് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ അത് അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു ചെറിയൊരു ഗ്ലാസ് ചുക്ക് കാപ്പി കുടിച്ചിട്ടോ. കാരണം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. കാരണം രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ട് പോയതുകൊണ്ടായിരിക്കാം. എന്തായാലും അത് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു അമ്പലത്തിലും കൂടെ കയറി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പം